മോളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച പാടെ ഞാൻ കിച്ചൺ ക്ലീനിങ്ങിലോട്ട് ഇറങ്ങിട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചുമര് തുടയ്ക്കുന്നുണ്ട് കിച്ചൻ്റെ. അപ്പോൾ ഞാൻ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് അല്ലാത്ത ഹാളും റൂംസും അതേപോലെ തന്നെ എല്ലാം മറാലൊക്കെ തട്ടിക്കൊട്ടി വൃത്തിയാക്കിയെന്നും കിച്ചണ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ കിച്ചണിലോട്ടാണ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അവിടെയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ മോനെ കുളിപ്പിച്ചു കേട്ടോ. മോനെ കുളിപ്പിച്ച് അവനെ ഡ്രസ്സൊക്കെ ഇടിച്ച് ഉറക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ എന്നും മോളതല്ലേ കാണിക്കുക, അപ്പോൾ ഇന്ന് മോൻ്റെത് കാണിക്കുക വിചാരിച്ചിട്ടോ. പിന്നെ അത് കഴിഞ്ഞ് മോൻ ഉറങ്ങിയപ്പോൾ എൻ്റെ നഖം വെട്ടി കൊടുക്കുകയാണ് കേട്ടോ. നല്ല നഖം ഉണ്ടായിരുന്നു, നഖമൊക്കെ മാന്തി മുറിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പതുക്കെ അവൻ ഉറങ്ങിയപ്പോൾ വെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അവൻ ശരിക്കും വെട്ടാൻ അയക്കത്തില്ല. അപ്പോൾ പിന്നെ കാലുമല്ലൊക്കെ വെട്ടുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് മോന് കുറേ അമ്മയെ കുത്തിയാൽ പോകുന്നുണ്ട്. അപ്പം പിന്നെ അത് കഴിഞ്ഞ് മോനെ ഉറക്കിയോ കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം അടിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ റൂമിൽ അടിച്ച് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ ഒരുപാട് പേപ്പറും കാര്യങ്ങളുണ്ട്. അവൻ നീച്ച് കഴിഞ്ഞാൽ അതിനുള്ളിൽ പറക്കി തിന്നും. മോളെ പണിയാണത്. അവൾ പോകുമ്പോൾ ഒരു ലോഡ് പേപ്പർ ഉണ്ടാവും വെട്ടിയിട്ടത് അടിച്ചു വരാനും. എപ്പോഴത് എടുത്ത് കഴിക്കാനൊന്നും അറിയില്ലല്ലോ, പേടിയാണ്. അപ്പോൾ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ നേരെ നമ്മൾ മേലേക്ക് പോയി നോക്കിയപ്പോൾ അതിലേറെ ചമ്മല കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, അവിടെ ഒരു കിളി കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതൊക്കെ ഞാൻ അടിച്ച് വരുന്നുണ്ട്. ഇവിടെ അങ്ങനെ മേളിൽ ആരും അങ്ങനെ കിടക്കാറില്ല കേട്ടോ. ചേച്ചിമാരാരെങ്കിലും വരുമ്പോൾ അങ്ങനെ കിടക്കാറുള്ളൂ. പിന്നെ അപ്പം ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ പോയിട്ട് അടിച്ച് വരല് കേട്ടോ. കാരണം അങ്ങനെ അരപ്പാലില്ല. പക്ഷേ ഇന്ന് പോയി നോക്കിയപ്പോൾ അവിടെ നിറച്ച് ചമ്മല. അപ്പോൾ എന്താ കിളി കൂട്ടിയാണ്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സ്റ്റെപ്പൊക്കെ അടിച്ച് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് മറ്റേ സൈഡൊക്കെ അടിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ മിഞ്ഞാന്നൊക്കെ മാറാൽ തട്ടിയെന്ന് പറഞ്ഞിരുന്നില്ല, അത് താഴത്തെ നിലയിലാണ് കേട്ടോ. അപ്പോൾ താഴത്താണ് അത് തട്ടിയത്. അപ്പോൾ ഇവിടെ മാറിൽ തട്ടാൻ എനിക്ക് എത്തൂല കേട്ടോ. എനിക്ക് മുകളിൽ ആക്ച്വലി എനിക്ക് എത്തൂല, കാരണം നല്ല ഹൈറ്റാണ്. കസാലയിൽ കയറിയാലും എനിക്കത് എത്തൂല കേട്ടോ. അപ്പോൾ ഞാൻ താഴത്തെ പിന്നെ എനിക്ക് കഴിയും. താഴത്തെ ഞാൻ തട്ടി, പിന്നെ മറ്റേത് ഏട്ടൻ തട്ടി തന്നതാണ് കേട്ടോ. അപ്പോൾ അത് ബാക്കി ഞാൻ നിലയൊക്കെ അടിച്ച് വാരിയിട്ടുണ്ട്. അങ്ങനെ താഴെ വന്ന് താഴെ ഭാഗമൊക്കെ അടിച്ച് വരുന്നുണ്ട്. അപ്പോൾ എന്നും രാവിലെ എണീച്ചാൽ എല്ലാ ഭാഗത്തും ഉണ്ടാവും കേട്ടോ കളി സാധനങ്ങൾ. റൂമിലും ഹാളിലും കൊലായ്മലും സിറ്റ് ഔട്ടിലും ഒക്കെ ഉണ്ടാവും കേട്ടോ. അടുക്കളയിൽ വരെ ഉണ്ടാവും. അങ്ങനെ ഓരോ സാധനങ്ങൾ ചിലപ്പോൾ സോഫേൻ്റെ അടിയിലും. അപ്പോൾ അതൊക്കെ ആദ്യം ഞാൻ ഒതുക്കി വെച്ചിട്ടാണ് അടിച്ച് വാരൽ. അപ്പം ഞാൻ ഇന്ന് തുടയ്ക്കുന്നില്ല, ഞാൻ ഒന്നരാടാണ് കേട്ടോ തുടയ്ക്കൽ. അപ്പോൾ അങ്ങനെ തുടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ വേഗം എല്ലായിടത്തും അടിച്ച് വാരിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതാണ് ഞാൻ സിങ്ക് കഴുകുന്നുണ്ട് കേട്ടോ. സിങ്ക് കഴുകുന്നുണ്ട്. സിങ്ക് ഞാൻ ഹാൻഡ് വാഷ്, നമ്മൾ കൈ കഴുകുന്ന ഹാൻഡ് വാഷ് ഇല്ല, അതാണ് കേട്ടോ ഉപയോഗിക്കാറ്. ഞാൻ അത് ഏതായാലും അവിടെ ഉണ്ടാവില്ല. അത് ഉപയോഗിച്ച നല്ലൊരു ഇതാണ്, നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനത് ഇവിടുത്തെ ഹാളത്തെ സിങ്കിൽ അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ കഴുകൽ. പിന്നെ അത് കഴിഞ്ഞതാണ് ഞാൻ അടിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ബാക്കി കാര്യങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, കളി സാധനങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ തന്നെ വണ്ടികളുണ്ടാവും കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഈ വണ്ടി എൻ്റെ അച്ഛന് ആദ്യമോളെ രണ്ടാമത്തെ ബർത്ത്ഡേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ. കാരണം ഫസ്റ്റ് ബർത്ത്ഡേ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം കൊറോണയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ പിന്നെ അത് അങ്ങനെ ആരെയും വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ അവളെ കഴിച്ചത്. അപ്പോൾ ഫസ്റ്റത്തെ ബർത്ത്ഡേ പറഞ്ഞാൽ അമ്പലത്തിലൊക്കെ പോയി ചെറിയൊരു കേക്ക് കട്ട് ചെയ്ത് അങ്ങനെ സദ്യയൊക്കെ കഴിച്ചതായി. പിന്നെ അത് ഞാൻ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ് ആഘോഷിച്ചിരുന്നത്. അപ്പോൾ അതിന് അന്ന് അച്ഛൻ മേടിച്ചുകൊണ്ടാണ് കേട്ടോ. അത് പക്ഷേ നല്ല അടിപൊളി വണ്ടിയാണ് കേട്ടോ. കാരണം ഏർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇപ്പോൾ അത് അതുമോള് വല്ലാതെ കയറില്ലല്ലോ. ഇപ്പോൾ കണ്ണനാണ് കേട്ടോ അത് ഉപയോഗിക്കാറ്. അപ്പോൾ അത് എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴാട്ടോ കൊണ്ടുവന്നത്. പിന്നെ അത് കഴിഞ്ഞതാണ് ഞാൻ അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് പിന്നെ കിച്ചണിലോട്ട് വന്നിട്ട് അവിടെ വന്നപ്പോൾ ലോഡ് പാത്രം കഴുകാണ്ട്. രാവിലത്തെ പാത്രങ്ങൾ ഒരുപാട് കഴുകാണ്ടായിരുന്നു. രാവിലെ ചപ്പാത്തിയും ഉള്ളി തക്കാളി റോസ്റ്റ് ആയിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ അതിൻ്റെ പലകയും കാര്യങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞതാണ് പിന്നെ എല്ലാ പാത്രമൊക്കെ ഒതുക്കി വെക്കുന്നുണ്ട് കേട്ടോ. രാവിലെ ചായ കുടിച്ച പാത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം രാത്രി തന്നെ ഞാൻ എല്ലാ പാത്രവും കഴുകി വയ്ക്കാറുണ്ട് കേട്ടോ. ഞാൻ സ്കൂളുള്ള സമയത്തൊക്കെ കഴുകി വെച്ചിട്ടാണ് കിടക്കാറ്, അല്ലെങ്കിൽ രാവിലെ അതൊരു ഗതികേടാവും. പിന്നെ ഞാൻ ചിലപ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ രാത്രി ചിലപ്പോൾ കഴുകാതെ വെക്കാറ്. അത് തന്നെ നമുക്ക് രാവിലെ എണീച്ച് വരുമ്പോൾ ആകെ ഒരു ഡൗൺ സ്റ്റേജ് പോലെയാവും. അപ്പോൾ ഞാൻ ഇന്ന് കഴുകി വെച്ചിട്ടാണ് കിടക്കാറ് കേട്ടോ. അപ്പോൾ അതാ പാത്രം കഴുകി കഴിഞ്ഞ് പിന്നെ ഞാൻ പെനോയിലാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ ഞാനിത് പെനോയിലിൻ്റെ എസൻസാണ്, അതിങ്ങനെ ഓരോ തുള്ളി വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ അടുക്കളേൻ്റെ ടൈല് തുടയ്ക്കൽ കേട്ടോ.
അപ്പോൾ ഇതാ ചോറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചോറ് രാവിലെ തന്നെ എണീക്കുമ്പോൾ തന്നെ വെക്കാറുണ്ട് കേട്ടോ. നല്ല വേവുള്ള അരിയാണ്. എന്നാലേ കഴിക്കാനാകുമ്പോഴത്തേക്കിനും ചിലപ്പോൾ ചൂടാറും കേട്ടോ. ചിലപ്പോൾ ചില സമയത്ത് ഏട്ടൻ വേഗം ചോറിനാവലുണ്ട്. അപ്പോൾ പിന്നെ ചോറാകുമ്പോൾ അറിയാമല്ലോ, പണിൽ കുഴങ്ങി വരികയല്ലേ, പിന്നെ അതൊരു ഗതികേടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചക്ക കൂട്ടാനിക്ക് ഞാൻ തേങ്ങ അരയ്ക്കുകയാണ് കേട്ടോ. ചക്ക ഇവിടുന്ന് വീടിൻ്റെ അടുത്ത് ചേച്ചി തന്നതാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഓക്കെ, ബൈ.